ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ തമ്പലൈന് കണ്ടിട്ടുണ്ടാകും. ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ജാതകം അപ്പോൾ എന്നെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയുള്ള ജാതകമാണ് ഞാൻ എൻ്റെ വിവാഹ സംബന്ധമായിട്ട് ചേർക്കേണ്ടത്, അത് പുരുഷ ജാതകം ചേർക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ട് വന്നത്. അപ്പോൾ ഈ നക്ഷത്രപ്പൊരുത്ത പാപസ്വാമ്യം നോക്കി എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എനിക്ക് ജാതക ചിന്ത, അപ്പോൾ എൻ്റെ ജാതകപ്രകാരം എങ്ങനെയാണ് ഈ അനുയോജ്യമായ ഗ്രഹനില എടുക്കേണ്ടത് എന്നുള്ള ആയിട്ടാണ് ചോദ്യം വന്നിരുന്നത്. അതായത് എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക്, എല്ലാവരും മുമ്പിലേക്ക് അതൊന്ന് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം, എങ്ങനെയുള്ള ജാതകമായിരിക്കും അത് വരണമെന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ദുർഗ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് എടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നിങ്ങളുടെ കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, കമൻ്റൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പാതകൾ ഓരോ ദിവസം വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്ത പക്ഷം നമുക്ക് ഒരു കാരണവശാലും ഇതേപോലുള്ള വീഡിയോസുകൾ എന്നാൽ കഴിയുന്ന രീതിയിൽ അറിവുകൾ തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം, എന്നാൽ മാത്രമേ നമുക്കത് പ്രചോദനമാകുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അനാവശ്യ വർത്തനൊക്കെ പറഞ്ഞ് കൂട്ടി കുഴപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കുക. ഇനി അടുത്തൊരു വീഡിയോസ്, ഇനി വരാൻ പോകുന്നൊരു വീഡിയോസ് വെച്ചാൽ ഈ നക്ഷത്രഫലം, അതായത് ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ ഭാഗ്യം, നക്ഷത്രഭാഗ്യമാണ് ഇനി അങ്ങോട്ടേക്ക് കൊട്ടിയാഘോഷിക്കുമ്പോൾ, കാരണം വിഷുഫലം വരാൻ പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോസ് ഉണ്ടാകും, അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു പെൺകൊച്ചിൻ്റെ ജാതകം നോക്കാം. അത് എങ്ങനത്തെ ജാതകമാണ് ഇത് ഒരു വരുന്നൊരു പുരുഷൻ്റെ ജാതകം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ഗ്രഹനില പ്രകാരം നമുക്ക് നോക്കാം. അതായത് 12/6/2001 ചതയം നക്ഷത്രത്തിൽ 9:42 PM സ്ത്രീ ജനിച്ച ഒരു ഗ്രഹനിലയാണ്. അതായത് 12/6/2001 ചതയം നക്ഷത്രം 9:42 PM സമയത്ത് ജനിച്ച ഒരു സ്ത്രീ ഗ്രഹനിലയാണ്. അപ്പോൾ ഈ ഒരു പെങ്കൊച്ച് പറഞ്ഞിരിക്കുന്നത്, എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഈ ഗ്രഹനില പ്രകാരം എങ്ങനത്തെ ഒരു വിവാഹ ഗ്രഹനിലയാണ് ഞാൻ നോക്കേണ്ടത്, അതൊന്ന് വിശദീകരിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കണം, നമ്മൾ ലഗ്നം വന്നിരിക്കുന്ന മകരമാണ്. ലഗ്നത്തിൽ 2-ൽ ചന്ദ്രനുണ്ട്, 4-ൽ ശുക്രൻ, 5-ൽ രവി, ശനി, ഗുരു, ബുധനും സർപ്പനും 6-ൽ, കുജൻ, ശിഖി, മാന്തി, കുജൻ 11-ൽ, ശിഖി, മാന്തി 12-ൽ. നവാംശകം ഞാൻ പുറത്ത് എഴുതിയിട്ടുണ്ട്, കാരണം നവാംശകത്തിൽ മേടത്തിൽ ലഗ്നം വന്നിരിക്കുന്നു, ലഗ്നത്തിൽ ശനി വന്നിരിക്കുന്നു, മാന്തി. അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണില്ല, നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പം ഈ പെങ്കുച്ചിൻ്റെ ആദ്യ കരിയർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ജോലി സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കൂ. ഇവിടെ ലഗ്നാധിപനായ ശനി, ലഗ്നാധിപനും 2ാം ഭാവാധിപനായ ശനിനെ നമ്മൾ നോക്കണം. ആദ്യം ലഗ്നത്തിന് ബലം ഉണ്ടോ നോക്കണം, ലഗ്നത്തേക്ക് വല്ല ഗ്രഹബന്ധോ ദൃഷ്ടിയോ കാര്യങ്ങളോ ഉണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ലഗ്നാധിപൻ എന്ന് പറഞ്ഞ ശനി നമ്മൾ കേന്ദ്ര സ്ഥാനമായ 5-ലുണ്ട്, ത്രികോണ രാശിയിൽ 5-ാം ഭാവത്തിലേക്ക് ഉണ്ട്. ലഗ്നത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നാധിപൻ ഒരു ത്രികോണ രാശിയിലുണ്ട്, ലഗ്നത്തിലേക്ക് ഗുരുവിന് നിൽക്കുന്ന രാശി 9-ലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പം ലഗ്നത്തിന് ബലക്കുറവ് എന്ന് പറയാനില്ല, അപ്പോൾ ലഗ്നത്തിന് ബലമുണ്ട്. പിന്നെ നമ്മൾ ഇനി വിദ്യാഭാവത്തിലേക്ക് നോക്കുക. വിദ്യാഭാവത്തിലേക്ക് നോക്കുമ്പോൾ 2ാം ഭാവം, കാരണം 2ാം ഭാവമാണ് നോക്കുന്നത്. ഈ 2ാം ഭാവത്തിൽ ചന്ദ്രനുണ്ട്. അതിൻ്റെ 2ാം ഭാവത്തിൽ ചന്ദ്രൻ 2ാം ഭാവാധിപനുമാണ് ശനി. നിൽക്കുന്ന രാശിയിൽ നിന്ന് 2-ലേക്ക് ദൃഷ്ടി, ഇപ്പോൾ 2-ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ശനിയുടെ നിൽക്കുന്ന രാശിയിൽ നിന്ന് 5-ൽ നിന്നുകൊണ്ട് 10-ലേക്ക് ദൃഷ്ടി. അപ്പോൾ ഭാവാധിപൻ ഭാവത്തിലേക്ക് 2ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിരന്തരമായ ഈ പറഞ്ഞ ബുധനും ഗുരുവിൻ്റെ അതേ പാണ്ഡിത്യം തന്നെയാണ് ചന്ദ്രനുള്ളത്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ടീച്ചർ മേഖല, അതേപോലെ തന്നെ ഒരു വിഷയം പഠിച്ച് അതിൽ പാണ്ഡിത്യം നേടുക,
അപ്പോൾ വിദ്യാപരമായി ശനിയുടെ ദൃഷ്ടിഭാവത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും പറയും വിദ്യ കിട്ടില്ല, അല്ലെങ്കിൽ ശനി അവിടെ ബന്ധപ്പെട്ടിരുന്നോണ്ട് വിദ്യ തടസ്സം എന്ന് പറയും. അപ്പോൾ ഒരു കാരണമില്ല, ഭാവത്തിലേക്ക് 2-ാം ഭാവത്തിലേക്ക് നിൽക്കുകയാണ്. അതേപോലെ ചന്ദ്രൻ 7-ാം ഭാവാധിപനാണ്, ചന്ദ്രൻ 2-ലാണ്, ശുഭഗ്രഹമാണ്, പാണ്ഡിത്യം സൂചിപ്പിക്കുക, നിരന്തരമായിട്ടൊരു ജോലി ചെയ്യുക, അത് മറ്റുള്ളവർക്ക് കൊണ്ട് വിനിയോഗിക്കുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചന്ദ്രനെ കൊണ്ട് 2-ാം ഭാവത്തിലുണ്ട്. അപ്പോൾ 2-ന്റെ ഭാവാധി 2-ലേക്ക് നോക്കുന്നുണ്ട്. അതുമാത്രമല്ല 2-ലേക്ക് കുജന്റെ ദൃഷ്ടിയുണ്ട്. കുജൻ ഒരു ആയുധ മേഖലക്കാരകനാണ്, കമ്മ്യൂണിക്കേഷന്റെ ഈ പറയണതിൽ കമ്മ്യൂണിക്കേഷന്റെ കാരകൻ ബുധനാണ്. ആ ബുധൻ 6-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. 2-ലേക്ക് കുജന്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇവര് ഈ പറയണ ഗ്രഹനില പ്രകാരം ശനിയുടെ ദൃഷ്ടി, കുജന്റെ ദൃഷ്ടി, അപ്പോൾ 2-ാം ഭാവം സജീവമാണ്, ഗ്രഹങ്ങളെ കൊണ്ട് സജീവമാണ്. അപ്പോൾ അവിടെ 2-ാം ഭാവം സജീവമാകുമ്പോൾ നല്ലപോലെ വിദ്യാഭ്യാസമുണ്ട്. കാരണം ഇതൊരു അഡ്വക്കറ്റിന്റെ ഗ്രഹനിലയാണ്. കാരണം ലോയർ എന്ന് പറയും, ആ ലോയറിന്റെ ഒരു ഗ്രഹനിലയാണ്. കാരണം ആ 2-ാം ഭാവത്തിലേക്ക് കുജന്റെ ദൃഷ്ടി വന്നു, 2-ൽ ചന്ദ്രൻ ഒരു വിഷയം പഠിച്ച് അതിൽ പാണ്ഡിത്യം നേടുക, ഇനി അന്ന് ലോയറായി പഠിച്ച് വീണ്ടും വേറെ ഉന്നതമായിട്ടുള്ള ഒരു നമ്മൾ പറയും ജഡ്ജ്മെന്റ്, അതിലേക്കുള്ള വീണ്ടും പഠനത്തിലേക്ക് പോകുന്ന ഒരു ഗ്രഹനിലയാണ് എന്ന് പറയുന്നത്. കാരണം ഭാവാദിന്റെ ദൃഷ്ടി ഒന്നുണ്ട്, ഗുരുവിന്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക്, ആ 2-ാം ഭാവമൊക്കെ നല്ല സജീവമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ഗ്രഹനില പ്രകാരം നല്ല ഉന്നത വിദ്യാഭ്യാസം. കാരണം ഈ കൊച്ചു പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരു ഡോക്ടർ ആവാനായിരുന്നു ഒരു താല്പര്യം ഉണ്ടായിരുന്നത് എന്നെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. പക്ഷെ എനിക്ക് അതിനോട് എന്താ പറയുക, ഒരു ഡോക്ടർ അങ്ങനെയുള്ള ഒരു മേഖലയിലായിരുന്നു. പക്ഷെ എങ്ങനെയോ ഇതിലേക്ക് ഇറങ്ങി ഇതിലേക്ക് നമ്മുടെ ഈ ലോയറിലേക്ക് വന്നു. പക്ഷെ എന്നിരുന്ന് കഴിഞ്ഞാലും ഈ പറഞ്ഞൊരു ഓപ്പറേഷൻ സംബന്ധമായിട്ട് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടൊക്കെ ഒരു ഡോക്ടറായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല ഒരു ആയുധ കാരകനാണ് കുജൻ. ആ കുജന്റെയും ചന്ദ്രൻ ബ്ലഡിന്റെ കാരകനാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ 2-ലുണ്ട്, കുജന്റെ ദൃഷ്ടിയുണ്ട്, ഭാവാധിപന്റെ 2-ാം ഭാവത്തിന്റെ ദൃഷ്ടിയുണ്ട്, വിദ്യാകാരകനായ ബുധൻ സ്വക്ഷേത്രം ബലവാനായിട്ട് ഒരു ഭാഗ്യാധിപനും 6-ാം ഭാവാധിപനും ബുധൻ സ്വക്ഷേത്രം ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉന്നതമായ വിഷയം, ഒന്നിൽ കൂടുതൽ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, വിവാഹഭാവം 7-ാം ഭാവത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 7-ാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നോക്കൂ, 7-ാം ഭാവാധിപൻ 7-ലേക്ക് കണ്ണുപിടിക്കും. എന്തായാലും മകരം ലഗ്നത്തിന്റെ 7 എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ്. ഇതാണ് കർക്കിടക രാശിയാണ്. അവിടെ നമ്മൾ 7-ാം ഭാവാധിപനാണ് നോക്കുക. അപ്പോൾ 7-ലേക്ക് കണ്ണുപിടിക്കുമ്പോൾ 7-ാം ഭാവാധിപൻ അവിടെ നോക്കുക. 7-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിൽ വിദ്യാഭാവം 2-ലുണ്ട്. കാരകനായ ശുക്രൻ ലഗ്ന കേന്ദ്രത്തിലുണ്ട്. ശുക്രൻ ഇവിടെ വേറെ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഒന്നുമില്ല. ശുക്ര ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശുക്ര ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്, വേറെ പാവന്മാരുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് വെച്ചിട്ട് 7-ാം ഭാവം ശൂന്യമായതുകൊണ്ട് നിങ്ങൾ പറയും ശുദ്ധജാതകം എന്ന് പറയരുത്. കാരണം വെച്ചാൽ ഇവിടെ 7-ലേക്ക് വല്ല ഗ്രഹബന്ധോ ദൃഷ്ടിയോ യോഗമോ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടോ നോക്കണം. അല്ലാണ്ട് ഇവിടെ 7-ലേക്ക് ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും നമ്മൾ ചിന്തിക്കരുത്. നോക്കൂ, ഇവിടെ 7-ാം ഭാവാധിപൻ ചന്ദ്രൻ 2-ലുണ്ട്. 7-ലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നു. ശനിയുടെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ലഗ്നാധിപനായാലും ശനി ഒരു പുറകോട്ട് വലിക്കേണ്ട ഒരാളാണ് എന്നും കൂടി മനസ്സിലാക്കുക. അതുമാത്രമല്ല ഈ 7-ാം ഭാവാധിപനായ ശനി 7-ാം ഭാവാധിപനായ ചന്ദ്രനെ ശനി നിൽക്കുന്ന രാശിയിൽ 10-ലേക്ക് ദൃഷ്ടി, 7-ാം ഭാവ ശനി ബന്ധം, 7-ലേക്ക് ശനിയുടെ ദൃഷ്ടി. അതുമാത്രമല്ല ഈ ഒരു കുജ ശനി ബന്ധം അതും ഒരു പ്രശ്നമാണ്. ഈ ശനി ഈ കുജനും ശനിയെയും ബന്ധപ്പെടുന്നു, അതൊരു ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ പുരുഷൻ, അതായത് ഭർത്തൃകാരകനാണ് ഗുരു. ഈ ഭർത്തൃകാരകൻ ഗുരു എന്ന് പറയുന്നത് ഒരു ത്രികോണ രാശി ഉണ്ട്. കാരണം 3-ഉം 12-ഉം ഭാവാധിപനാണ്. ഈ 3-ഉം ഭാവവും രവിക്ക് പന്തിയല്ല, 12-ഉം ഭാവവും പന്തിയല്ല. പക്ഷെ 12-ഉം 3-ഉം ഭാവാധിപനാണ് വ്യാഴം. ആ വ്യാഴത്തിന് 8-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് രവിയാണ്. ആ രവി ഒരു പാവനും മാത്രമല്ല 8-ാം ഭാവാധിപനും കൂടിയാണ്. ആ 8-ാം ഭാവാധിപൻ രവി ഗുരുവായിട്ട് ഭർത്തകാരകൻ ഗുരുവായിട്ട് യോഗം ചെയ്യുന്നു. ശനി യോഗം, കുജന്റെ ദൃഷ്ടി. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പാവഗ്രഹങ്ങൾ, ഈ വ്യാഴവും ഈ പറഞ്ഞല്ലേ നമ്മൾ നിയന്ത്രണത്തിന്റെ കാരകനാണ് വ്യാഴം, ഭർത്തകാരകനാണ് വ്യാഴം. ഈ 3 പാവബന്ധത്തിലേക്ക് ഗുരു ബന്ധപ്പെട്ടു പോയത് കൊണ്ട് വളരെ ക്ലേശകരമായിട്ട് ഉള്ള ഒരു ഇതേപോലെ ജാതകം ഒരു കാരണവശാലും തിരഞ്ഞെടുക്കരുത്. കാരണം ഇനിയിപ്പോഴത്തെ ജ്യോതിഷർ എന്താ ചെയ്യണേ, ഇതേ യോഗമുള്ള 7-ലേക്ക് ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ അതേ ഗ്രഹങ്ങൾ ഇന്നലെ ഇട്ടിട്ട് യോജിപ്പിച്ചു കൊടുക്കും. എന്താ പാവന്റെ കൂടെ പാവനെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാലഘട്ടമാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ 7-ലേക്ക് ശനിയുടെ ദൃഷ്ടി
ഏഴാം ഭാവാധിപന് ശനി ദൃഷ്ടി, നിൽക്കുന്ന രാശിയിൽ നിന്ന് കുജന 7ലേക്ക് ദൃഷ്ടി, 1, 2 ഇവിടെ 2 ഭർത്തകാരകനായ ഗുരു ഒരു ത്രികോണ രാശിയിലായാലും 2 പാവന്മാരുടെ യോഗം ചെയ്തു നിൽക്കുന്നു. അവിടെ കുജന്റെ ദൃഷ്ടിയും വന്നിരിക്കുന്നു. ഒരു അഗ്നിമാരുത യോഗമാണ്. കുജൻ വായുവിനെ അഗ്നിയെ സൂചിപ്പിക്കുന്നു, ശനി വായുവിനെ സൂചിപ്പിക്കുന്നു. അതേ മാത്രമല്ല വിവാഹ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ കുജൻ ചന്ദ്രനെയും ദൃഷ്ടി ചെയ്യുന്നു. മനക്കാരകൻ, മനസ്സിന്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രനും കുജനും ബന്ധപ്പെടുമ്പോൾ മനസ്സ് തമ്മിൽ ഒരു പ്രശ്നം വരാം. അതുമാത്രമല്ല ഈ നിൽക്കുന്ന രാശിയിൽ നിന്ന് 10ലേക്ക് ഈ പറയുന്നത് രവിയുടെ കേന്ദ്രം, അതായത് രവിയുടെ കേന്ദ്രത്തിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ അതോ മുഖത്വം കൊടുക്കുക എന്ന് പറയുന്നത് അതും ഒരു പ്രശ്നം. അതായത് മനക്കാരകൻ ചന്ദ്രൻ കുജനെ ദൃഷ്ടി ചെയ്യും, കുജനുമായിട്ട് ബന്ധപ്പെടുന്നു. വിദ്യാഭ്യാസമല്ല വിവാഹം ചിന്തിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ജീവിത ഒരു ഗ്രഹനില വിശകലനം ചെയ്യേണ്ടത്. കാരണം 2ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിച്ചപ്പോൾ അസാധ്യ ബലമാണ് കാണുന്നത്. പക്ഷെ വിവാഹ സംബന്ധമായി നോക്കുമ്പോൾ അത് വേറെ തട്ടിലേക്ക് നോക്കണം. അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ഈ 2ാം ഭാവം അവിടെ പാവന്റെ ദൃഷ്ടിയുണ്ട്, കുജന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടിയുള്ളത് വിദ്യ കിട്ടുന്നല്ല. അങ്ങനെ ഓരോ ഭാവത്തിനും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ നോക്കൂ 2ാം ഭാവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എത്ര നല്ല രീതിയിലാണ് പറഞ്ഞത്. കാരണം ഉന്നത വിദ്യാഭ്യാസം, ഒന്നിൽ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയ ടീച്ചർ മേഖല, അക്കൗണ്ടിങ് മേഖല, ജ്യോതിഷം, അതേപോലെ തന്നെ ഈ ചന്ദ്രൻ ഒരു പാണ്ഡിത്യത്തിൻ്റെ കൂടി ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പക്ഷെ വിവാഹ സംബന്ധമായിട്ട് പറയുമ്പോൾ വ്യത്യാസങ്ങൾ വന്നു കണ്ടില്ലേ. ഇങ്ങനെയാണ് ഒരു ജാതക വിശകലനം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മായാപ്പാടുവായ ജ്യോതിഷത്തിലെ കയ്യിൽപ്പെട്ട് നിങ്ങളുടെ വിവാഹ ദാമ്പത്യ ജീവിതം പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പം നോക്കൂ, വിവാഹ സംബന്ധമായിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഈ കുജൻ ചന്ദ്രനെയും മനക്കാരകനാണ് ചന്ദ്രൻ. ഈ മനക്കാരൻ ചന്ദ്രൻ ഇവർ തമ്മിൽ എന്താ പറയുക, എടുത്തുചാട്ടക്കാരനാണ് കുജൻ. അതേപോലെ തന്നെ മനക്കാരകൻ ചന്ദ്രൻ ഈ മനസ്സിന്റെ കാര്യം ഇവർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെട്ട് അനാവശ്യ ചിന്തകളൊക്കെ വന്നിട്ട് സംസാരങ്ങൾ കൊണ്ടൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരാം. അതുമാത്രമല്ല ശനി നിൽക്കുന്ന രാശിയിൽ ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു. ഈ രവിയുടെ കേന്ദ്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ചന്ദ്രകേന്ദ്രത്തിൽ രവി നിൽക്കുന്നു. ഒരു അധോമുഖത്വം കൊടുക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ വിവാഹ സംബന്ധമായിട്ട് ഇവിടെ ശുക്രൻ മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത് എന്നും കൂടി പറയാനുള്ളതാണ്. കാരണം 5ഉം 10ഉം ഒരു 2 കേന്ദ്രത്തിന്റെ അധിപനാണ്. 10ഉം 5ഉം ഭാവാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ കേന്ദ്രത്തിലുള്ളത് കൊണ്ട് വലിയ അവിടെ പാവമധ്യസ്ഥയിലാണ്ട് ഈ ഗ്രഹനില പ്രകാരം വരുന്ന ഒരാളുടെ ഗ്രഹനിലക്കാരൻ. കാരണം രവിയുടെ ശനിയുടെ ഈ 3 ഗ്രഹങ്ങളുടെ ബന്ധം കുരുവിന് വരാൻ പാടില്ല. അതാണ് വരുന്ന ഒരാളുടെ ഗ്രഹനില. അതായത് പറയണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു പുരുഷ ഗ്രഹനില എന്ന് വിചാരിച്ചോളൂ. ഞാൻ ഒരു ഉദാഹരണം ഇടുകയാണ്. ഇവിടെ വരുന്നൊരു ഗ്രഹനില പ്രകാരം ഇപ്പോൾ ലഗ്നം വന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ലഗ്നം ഇവിടെ നിൽക്കുകയാണ്. 7ാം ഭാവത്തിൽ ഈ രവിയോ അല്ലെങ്കിൽ കുജനോ അല്ലെങ്കിൽ ശനിയോ, സ്വക്ഷത്ര ബലവാനാൽ ശനിയോ നിൽക്കാൻ പാടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഇവിടെയൊക്കെ ഗുരു നിന്ന് കഴിഞ്ഞാൽ നല്ലതാ. അതായത് വരുന്നൊരു പുരുഷജാതകം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പുരുഷന്റെ ഗ്രഹനില എന്ന് വിചാരിച്ചോളൂ. ഇവിടെ 7ാം ഭാവം എന്ന് പറയുന്നത് മകരൻ രാശിയാണ്. ഈ മകരൻ രാശിയിൽ ഒരു കാരണവശാലും രവിയോ ശനിയോ, ഭാവാധിപൻ തന്നെ ഭാവത്തിൽ നിന്നാൽ ശനിയോ, ഇവിടെ ഈ രാശിയിൽ ശനിയോ രവിയോ കുജനോ ഈ 7ലേക്ക് ദൃഷ്ടി കൊണ്ടോ ബന്ധപ്പെടാൻ പാടില്ല. ഈ വ്യാഴം, ശുഭമായ വ്യാഴം നമുക്ക് ഏതെങ്കിലും രാശിയിൽ, ത്രികോണ രാശിയിലോ ലഗ്ന കേന്ദ്രത്തിലോ, ഇപ്പോൾ നമ്മൾ നോക്കാം 7ാം ഭാവാധിപന്റെ 7, 8, 9 ഇവിടെ ഗുരു നിൽക്കുന്നതിന് കുഴപ്പമില്ല, ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നല്ല ശുഭമായ രാശിയിൽ നിന്നുകൊണ്ട് ഒരു പാവം മധ്യസ്ഥിതി വരാൻ പാടില്ല. ഈ പാവമധ്യസ്ഥം വെച്ചാൽ രവിയോ ഗുരുവോ ശനിയോ കൊണ്ട് ബന്ധം വരാൻ പാടില്ല എന്നുള്ളതും കൂടിയാണ്. ഇങ്ങനെയാണ് വിവാഹം ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹനിലയാണ് ഈ 7ാം ഭാവം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ബന്ധമുള്ള ഗ്രഹനില എടുക്കരുതെന്നും കൂടി ഒന്നാണ് പറയാനുള്ളത്. ഇങ്ങനെയാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നോക്കും 10ാം കർമ്മഭാവത്തിലേക്ക് ആരൊക്കെ ദൃഷ്ടിയുണ്ട് നോക്കൂ. 5ഉം 10ഉം ഭാവാധിപൻ ഭാവത്തിലേക്ക് 10ലേക്ക് ഭാവാധിപന്റെ ദൃഷ്ടി. കർമ്മഭാവമൊക്കെ നല്ല ബലപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരു തടസ്സവുമില്ല. ബുധൻ നിൽക്കുന്ന രാശിയിലേക്ക് 12ലേക്ക് ദൃഷ്ടിയുണ്ട്. പിന്നെ അത് മാത്രവുമല്ല നല്ല ബുദ്ധിപരമായിട്ടുള്ള കഴിവുള്ള, കാരണം
കമ്മ്യൂണിക്കേഷന്റെ കാരകനാണ് ഗുരു. അത് കമ്മ്യൂണിക്കേഷന്റെ കാരകനാണ് ബുധൻ. ബുധൻ 6ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണ്. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് നല്ല ഒരു മുന്നോട്ട് പോകേണ്ട ഒരു ജാതകം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഗ്രഹനില വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ 7ാം ഭാവത്തിലും ഈ കർക്കിടക ലഗ്നം വിചാരിച്ചോളൂ, 7ൽ ശനിയോ രവിയോ കുജനോ നിൽക്കാൻ പാടില്ല. വ്യാഴത്തിന് അതേപോലെ തന്നെ ശനിയുടെ ഒരു ബന്ധം വരാൻ പാടില്ല. അപ്പോൾ വരുന്ന ഒരു പുരുഷന്റെ ജാതകം, ഈ സ്ത്രീ ജാതകത്തിൽ വരുന്ന ഒരു പുരുഷ ജാതകത്തിൽ എന്ന് പറയണമെങ്കിൽ നല്ല ഈ വ്യാഴം പ്രസാദിച്ചിരിക്കണം. അതേ വ്യാഴം പാവഗ്രഹങ്ങൾ കൂടി ഇല്ലാണ്ടിരിക്കുന്നത് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാരണം അതേപോലെ തന്നെ അധമ യോഗം, രവികേന്ദ്രത്തിൽ ചന്ദ്രൻ വരാൻ പാടില്ല. ഈ കുജൻ മനക്കാരകനാണ്. ഇവർ തമ്മിലും ഈ ഒരു ബന്ധം വരുന്നൊരു ഗ്രഹനില വരെ പ്രകാരം പാടില്ല. ബാക്കി വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് ഒരു ഗ്രഹനില. സാധാരണ ചെറിയൊരു വിവരണം ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ജാതകപ്രകാരം പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസുമായിട്ട്, പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.